നഥാനിയൻ ടിപ്പിക്കൽ ബോളിവുഡ് റോംകോം മൂവീസിലോട്ട് ഒരു പുതിയ അഡീഷനാണ് നഥാനിയൻ. സോ ഈ ഒരു മൂവീസ് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഈ കരൺ ജോഹറിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന ഒരു ബോളിവുഡ് റോംകോം മൂവീസിൽ വരുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഈ ഒരു കരൺ ജോഹറിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന ടിപ്പിക്കൽ ബോളിവുഡ് റോംകോം മൂവീസ് കാണുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ തോട്ട് എന്താണെന്ന് വെച്ചാൽ ഏത് പാരലൽ യൂണിവേഴ്സിലാണ് ഇതുപോലത്തെ റൊമാൻസ് നടക്കുക എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു തോട്ട് മുന്നോട്ട് പോകുന്നത്. ഈ മൂവിയുടെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനിൽ വന്ന സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ 2, സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ, ആ ഒരു മൂവി ഫോളോ ചെയ്യുന്ന ടെംപ്ലേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നാം. പക്ഷേ സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ പിന്നെയും കുറെ രസമൊക്കെ ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ. പക്ഷേ സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ 2ന്റെ കാര്യം അങ്ങനെയല്ല. സോ അതേ ടെംപ്ലേറ്റിൽ പോകുന്ന മൂവി തന്നെയാണ് നഥാനിയാനും. ഇബ്രാഹിം അലി ഖാനും ഖുഷി കപൂറുമാണ് മെയിൻ റോൾസ് ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് സിനിമയുടെ മെയിൻ സ്റ്റോറി. സോ ഈ ടെംപ്ലേറ്റ് എന്ന് പറയാൻ കാര്യം എല്ലാ ഫിലിമിലും ഒരു കോമ്പറ്റീഷൻ കാണും. ആ ഒരു കോമ്പറ്റീഷന് മുമ്പുള്ളവരുടെ റിലേഷൻഷിപ്പും അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും എങ്ങനെയെങ്കിലും ഹാപ്പി എൻഡിങ്ങിലോട്ട് കൊണ്ടുവരികയും ചെയ്യും. അതാണ് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റും ഓഫർ ചെയ്യുന്നത്. സോ ആ ഒരു സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. സോ ഈ ഒരു മൂവിയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് പിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നിന്നാണ്. ഖുഷി കപൂർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണത്. സോ ഒരു ക്യാരക്ടർ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. സുനിൽ ഷെട്ടിയാണ് അച്ഛനായിട്ട് വരുന്നത്. അമ്മയായിട്ട് വരുന്നത് മഹിമ ചൗധരിയാണ്. സോ ആ ഒരു കഥാപാത്രത്തിന് മകനെ വേണമെന്നാണ്. പക്ഷെ ഉണ്ടായത് 3 പെൺമക്കളാണ്. അതിന്റെ പ്രശ്നം അവരുടെ ഫാമിലിയിലുണ്ട്. സോ അങ്ങനെ പോകുന്ന സ്റ്റോറിയിൽ ഈ ഒരു ഖുഷി കപൂറിന്റെ ക്യാരക്ടറായ പിയയ്ക്ക് ഒരു റിലേഷൻഷിപ്പ്, അതായത് ഒരു ബോയ് ഫ്രണ്ടിനെ വേണമെന്നുള്ളത് അത്യാവശ്യമായി വരുന്നു. സോ അങ്ങനെ ഒരു ബോയ് ഫ്രണ്ടിനെ ഹയർ ചെയ്യുന്നു. സോ അങ്ങനെ ബോയ് ഫ്രണ്ടിനെ ഹയർ ചെയ്ത് കഴിഞ്ഞ് അവർ ഈവൻച്വലി റൊമാൻസിലോട്ടാവുന്നതും അത് കഴിഞ്ഞൊരു കോമ്പറ്റീഷൻ വരുന്നതും പിന്നെ ഉണ്ടാവുന്ന സംഭവങ്ങളുമാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോഴേ അറിയാം ഈ സിനിമയുടെ ആ ഒരു പ്രഡിക്റ്റബിലിറ്റി. കാരണം ആദ്യത്തെ 1, 2, 3 സീൻസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ക്ലൈമാക്സ് എന്താണെന്ന് ആദ്യം തന്നെ ഊഹിക്കാം. ക്ലൈമാക്സ് മാത്രമല്ല, അടുത്ത സീക്വൻസസും എന്താണെന്ന് ഊഹിക്കാൻ പറ്റുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ്. വളരെ വീക്കായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഖുഷി കപൂറിന്റെ ക്യാരക്ടർ പിയയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് സ്ക്രിപ്റ്റിൽ. പക്ഷെ ആ ഒരു പെർഫോമൻസ് എവിടെയും നാച്ചുറലായി തോന്നാത്തതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ്. ഒരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഇബ്രാഹിം അലി ഖാന്റെ ഡെബ്യൂട്ട് മൂവിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയ ഒരു പെർഫോമൻസ് ആണ്. ക്ലൈമാക്സിൽ ഉണ്ടാകുന്ന സ്റ്റേജിങ് കാരണം ആ ഒരു പെർഫോമൻസ് നെഗറ്റീവായി മാറുന്നുണ്ട്. സോ പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ സ്റ്റോറിയും അത്ര കൺവിൻസിങ് അല്ലായിരുന്നു. സ്റ്റോറിയിൽ 1, 2 സംഭവങ്ങൾ വരുന്നത് കൊള്ളാമെന്നല്ലാതെ സ്റ്റോറി മൊത്തത്തിൽ ആ ഒരു പ്രഡിക്റ്റബിലിറ്റി കൊണ്ട് ഒരു വലിയ കൺവിൻസിങ് ആവുന്നില്ല. അതിന്റെ കൂടെ തന്നെ വീക്കർ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേയും മൂവിയുടെ ഗ്രാഫിനെ വല്ലാതെ താഴ്ത്തുന്നുണ്ട്. സോ പിന്നെ പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ കാര്യമായ പോസിറ്റീവ്സ് ഒന്നുമില്ല. ആ ഒരു ഇബ്രാഹിം അലി ഖാന്റെ പെർഫോമൻസ് ആണ് ഇനിഷ്യൽ ഫേസിൽ ഇഷ്ടപ്പെട്ടത്. അതല്ലാതെ വേറെ പോസിറ്റീവ്സ് ഒന്നും സിനിമ ഓഫർ ചെയ്യുന്നില്ല. സിനിമയുടെ വേറൊരു നെഗറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ സ്റ്റേജിങ് ആണ് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്. ഓരോ സീക്വൻസ് ആ ഒരു സ്ക്രീൻ പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഒരു വലിയ നെഗറ്റീവായിട്ടാണ് തോന്നിയത്. സോ ഈ ഒരു ഹാപ്പി എൻഡിങ് എന്നുള്ള ഒരു സംഭവം കരൺ ജോഹറിന്റെ ആ ഒരു പ്രൊഡക്ഷൻ വരുന്ന സെയിം സംഭവം തന്നെയാണ്. ഇവിടെയും അതിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഒരു പ്രോഗ്രസീവ് ക്ലൈമാക്സിനോ അല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് ക്ലൈമാക്സിനോ ഒന്നും റെഡിയല്ല. എപ്പോഴും ഉള്ള പോലെ ആ ഒരു ഓൾഡ് ക്ലീഷേ ടെംപ്ലേറ്റിൽ പോയി ഒരു ഹാപ്പി എൻഡിങ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1, 2, 3 സീൻസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു മൂവി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. സോ ഒരു ക്ലൈമാക്സ് അത്രയും പ്രഡിക്റ്റബിൾ ആണ്. സോ ആ ഒരു ക്ലൈമാക്സിന്റെ സ്റ്റേജിങ് ഒക്കെ ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്.